എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒരു വിഭാഗം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ബന്ധപ്പെടുകയും ചെയ്തു വരികയാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു അറിയിപ്പും എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമെന്ന് ഉറപ്പായതോടുകൂടി ക്ഷേമ പെൻഷൻ മുടങ്ങിയവർക്ക് തടസ്സങ്ങൾ മാറ്റി പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുവാനുള്ള നടപടികൾ ഇപ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും എല്ലാം തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ പെൻഷൻ അർഹതപ്പെടുന്നവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാതിരുന്നത് കൊണ്ടും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ടും പെൻഷൻ മുടങ്ങിപ്പോകുന്നവരെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് പെൻഷൻ അർഹതയാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയും ഇവരെ വാർഡ് മെമ്പർ നേരിട്ടോ അല്ല എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ എല്ലാം തന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി വരുമാന സർട്ടിഫിക്കറ്റും മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത പെൻഷൻ മുടങ്ങുവാൻ ഇടയായിട്ടുള്ളവർ ഇത്തരം സാഹചര്യം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ അറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. ഒട്ടേറെ മാസത്തെ ക്ഷേമ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ളവർക്ക് കുടിശ്ശികയായിട്ട് അവശേഷിക്കുന്നത്. അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ഏറ്റവും ഒടുവിലായിട്ട് എത്തിയിരിക്കുന്നത്. അടുത്തത് കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ച സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പാണ്. സെപ്റ്റംബർ മാസം 25 വ്യാഴാഴ്ച മുതലാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുണ്ടായിരുന്നത്. ഇതിനായിട്ട് ധനകാര്യ വകുപ്പ് 841 കോടി രൂപ അനുവദിക്കുകയും ചെയ്തതായിട്ട് മന്ത്രി അറിയിച്ചിരുന്നു. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം 25 വീതം ലഭിക്കുമെന്ന് പറഞ്ഞതിൽ 26 ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവരിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. ഇതുകൂടാതെ തന്നെ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടതെന്നും എന്നാൽ ഇതിനാവശ്യമായിട്ടുള്ള 24 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ കുറവ് വരുന്നവർക്ക് കേന്ദ്ര വീതമായിട്ടുള്ള 200, 300, 500 തുടങ്ങിയ തുകകൾ കേന്ദ്ര സർക്കാരിൻ്റെ PF MF സംവിധാനം വഴി പ്രത്യേകമായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ എല്ലാ വിഭാഗം ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബറിൽ 1600 രൂപ വീതം ലഭിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് പോലെ സെപ്റ്റംബർ 25 വൈകിട്ട് 4 മണി വരെയും DBT സെല്ലിൽ നിന്ന് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകളൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പുള്ള പല മാസങ്ങളിലും ഇത്തരത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്ന തീയതി കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞാണ് പലപ്പോഴും DBT സെല്ലിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നത്. പലപ്പോഴും സാങ്കേതികപരമായിട്ടുള്ള തകരാറുകളാണ് ഇത്തരത്തിൽ ഫണ്ട് വൈകുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിലവിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.